നമസ്കാരം. പത്താമിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജൂൺ 1 മുതൽ ജൂൺ 30 വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ആദ്യം മേടക്കൂറ്. അതിനു മുമ്പ് ഈ മാസത്തെ സംക്രമണങ്ങൾ. 2-ാം തീയതി വ്യാഴം കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. 8-ാം തീയതി ശുക്രൻ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു. 15-ാം തീയതി സൂര്യൻ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും, 22-ന് ബുധൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്കും, 21-ാം തീയതി ചൊവ്വാഴ്ച 21-ാം തീയതി ചൊവ്വ എന്ന ഗ്രഹം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്കും മാറുന്നു. ഇതാണ് ഈ മാസത്തെ സംക്രമണങ്ങൾ. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. പൊതുവേ ഈ മാസത്തിൽ കൂടുതൽ ഗുണം മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വരണം. പ്രത്യേകിച്ചും സാമ്പത്തികമായ കാര്യത്തിലാണ് അത് കൂടുതൽ അനുഭവപ്പെടുക. വ്യാഴം 3-ലായിരുന്നപ്പോൾ ഒരു പരുങ്ങലിൽ ആയിരുന്നു സാമ്പത്തികാവസ്ഥ എങ്കിലും മറ്റു ഗ്രഹങ്ങൾ ഇടയ്ക്ക് 2-ാം ഭാവത്തിലും 11-ാം ഭാവത്തിലുമൊക്കെ വരികയും അതുപോലെ തന്നെ വേറെ ഭാവങ്ങൾ അനുകൂലമായി വരികയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇടയ്ക്കൊക്കെയുള്ള സാമ്പത്തികമായ ഗുണങ്ങൾ പറഞ്ഞത്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അവരവരുടെ ഗ്രഹനിലയിൽ 2ഉം 11ഉം ഭാവങ്ങൾക്കൊക്കെ ബലം കുറവാണെങ്കിലും അതുപോലെ ധനകാരക ഗ്രഹങ്ങൾക്ക് ബലം കുറവാണെങ്കിലുമൊക്കെ ഇതിന് മാറ്റങ്ങൾ വരും. എന്നാലും ചാരവശാലുള്ള അനുഭവങ്ങൾ പറയുകയാണ്. എന്നാൽ ഇപ്പോൾ വ്യാഴം അതിൻ്റെ ഉച്ചരാശിയിലേക്ക് വരുന്നു. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 1, 4, 7, 10 ഭാവങ്ങൾ ലൗകിക ഭാവങ്ങളാണ്. 1 അവനവൻ്റെ ശരീരം, 4-ാം ഭാവം അവൻ്റെ മൂലകുടുംബം മാതാവ്, 7-ാം ഭാവം ജീവിത പങ്കാളി, 10-ാം ഭാവം കർമ്മം. ഇതെല്ലാം ലൗകിക ഭാവങ്ങളാണ്. അത് ഭൗതിക ഭാവങ്ങളെന്ന് പറയും. നാം അധ്വാനിച്ച് നേടുന്ന കാര്യങ്ങൾ, നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും ഗുണങ്ങളുമാണ് അത് പറയേണ്ടത്. തീർച്ചയായും ദൈവാനുഗ്രഹം എല്ലാത്തിനും വേണം. അല്ല സ്വയം ഒന്നും ആർക്കും സൃഷ്ടിക്കാനോ ഒന്നും നേടാനോ സാധിക്കില്ല. അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവുക തന്നെ വേണം. ഇവിടെ ഇപ്പോൾ 4-ാം ഭാവം വ്യാഴം വന്നിരിക്കുന്നു. കണ്ടകവ്യാഴൻ എന്നാണ് അതിനെ വിളിക്കേണ്ടതെങ്കിലും ഉച്ചരാശിയിലേക്ക് വന്നതിനാൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗക്കാർക്ക് ഭൗതിക ഭാവ നേട്ടമുണ്ടാവണം. ധനപരമായ നേട്ടം, കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ വിഷയങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവണം. മോശമായ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകണം. പുതിയ വാഹനം വാങ്ങാം, വീട് മോടി പിടിപ്പിക്കാം, വീട് വയ്ക്കാം, പ്രോപ്പർട്ടി വസ്തുക്കൾ വാങ്ങാം. മാതാവിൻ്റെ കുടുംബവുമായി കൂടുതൽ അനുകൂല ഭാവം വരാം. മാതാവിന് കുറച്ചുകൂടി ആരോഗ്യ സംബന്ധമായ ഗുണങ്ങൾ വരാം. അതുപോലെ ഇടപെടുന്ന സമൂഹത്തിലൊക്കെ ഗുണങ്ങളുണ്ടാകാം. സൗഹൃദങ്ങളാലോ അടുത്ത ബന്ധുക്കളാലോ സഹോദരങ്ങളാലോ ഗുണമുണ്ടാവാം. പുതിയ സംരംഭങ്ങൾക്ക് നാന്ദി കുറിക്കാം. അതുപോലെ സാമ്പത്തിക നേട്ടത്തിന് ഉതകുന്ന കർമ്മങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പുതിയ വാസസ്ഥലം അന്വേഷിക്കുകയോ പുതിയ താമസ സ്ഥലം അന്വേഷിക്കുകയോ ചെയ്യാം. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടം മാറാം. അതുപോലെ തന്നെ അവരുടെ വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തർക്കമോ കോടതി പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകുന്നതായും കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണമുണ്ടാകുന്നു. കർമ്മരംഗം ഏറ്റവും സജീവമാകുന്നു എന്നതാണ് പ്രധാന വിഷയം. അവരുടെ ജോലിയിൽ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നു. എന്നാൽ 10-ലെ വ്യാഴത്തിൻ്റെ ഒരു ന്യൂനത മനസ്സിലാക്കിക്കൊള്ളണം. കാരണം കാലപുരുഷ ജാതകത്തിൽ 10-ാം ഭാവം, അതായത് മേടം രാശിയാണ് അതിൽ പ്രധാന ലഗ്നമായി എടുക്കുക. അതിൻ്റെ 10-ാം ഭാവം എന്ന് പറയുന്നത് മകരമാണ്. മകരം വ്യാഴത്തിൻ്റെ നീചരാശിയാണ്. അപ്പോൾ കാലപുരുഷ ജാതകത്തിൽ വ്യാഴം 10-ൽ നിൽക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ബലക്കുറവുണ്ടെങ്കിൽ ദോഷം വർദ്ധിക്കും. ഇവിടെ 4-ൽ നിന്നുകൊണ്ട് 10-ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ 4 അതിൻ്റെ ഉച്ചരാശി ആയതിനാൽ 4-ാം ഭാവം നൽകുന്ന സുഹൃത്തുക്കളൊക്കെ തന്നെയും മേടക്കൂറിന് ലഭിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത്. മാത്രമല്ല മറ്റു ലൗകിക 8-ാം തീയതി തൊട്ട് ശുക്രനും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഏകദേശം 25-27 ഈ മാസം മുഴുവനും ശുക്രൻ പിന്നെ ആ രാശിയിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വീടിൻ്റെ ഭൗതിക നേട്ടങ്ങളും ഗുണങ്ങളും വർദ്ധിക്കും. അതുപോലെ തന്നെ സ്ത്രീകളാൽ സഹായം മേടക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക്, മേടക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് പുരുഷന്മാരായാലും സഹായമുണ്ടാകും. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. മംഗളാദി കർമ്മങ്ങളിലൊക്കെ ഗുണം വരും. ഈ മാസത്തിൽ ഇവർക്ക് രോഗാതുരമായ അവസ്ഥകൾ എന്ന് പറയുന്നത് പ്രധാനമായും ശിശു, അതായത് ഇവരുടെ മേടക്കൂറിൽപ്പെട്ടവരുടെ സന്താനങ്ങൾക്കോ അവരുടെ ആശ്രിതർക്കോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ ബുദ്ധിമുട്ടോ ഉണ്ടാകാം. അതിൻ്റേതായ മാനസിക വിഷമങ്ങൾ ഈ പറയുന്ന മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അനുഭവിക്കാനിടയുണ്ട്. അതുപോലെ അവസാന വാരം പ്രത്യേകിച്ച് ഈ ജൂൺ മാസത്തിൻ്റെ
അവസാന 10 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഏകദേശം 20-ാം തീയതി മുതലോ 21-ാം തീയതി മുതലോ 30-ാം തീയതി വരെയുള്ള കാലം മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. അവരുടെ മുഖത്തിന് എന്തെങ്കിലും ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അപകട സാധ്യതകളാണ്. നേരത്തെ ഞാൻ പറയാറുള്ളതുപോലെ ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, അതുപോലെ ഇലക്ട്രിസിറ്റി, തീ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധിക്കണം. വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. മേടക്കൂറിൽപ്പെട്ടവരുടെ ജീവിത പങ്കാളിക്കും ശാരീരികമായ ആരോഗ്യമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം അമിത വേഗതയിൽ ഓടിക്കുന്നതിനൊക്കെ അതൊക്കെ പാടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മാസത്തിൻ്റെ അവസാന 10 ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4-ാം തീയതി രാവിലെ 7:30 മുതൽ 5, 6 സന്ധ്യ വരെ. അത് കഴിഞ്ഞാൽ പിന്നെ 6 സന്ധ്യയ്ക്ക് ശേഷവും 7ഉം 8ഉം നല്ലതാണ്. 11 രാവിലെ 8:30 ശേഷം 12, 13 രാവിലെ 9:30 വരെ. ശേഷം 15-ാം തീയതി രാവിലെ 8:30 മുതൽ 16, 17 രാവിലെ 8 മണി വരെയും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഗുണമുള്ള ദിവസം എന്ന് പറയുന്നത് 21 സായാഹ്നം 3:30 കഴിഞ്ഞ് 22, 23, 24 പുലർച്ചെ 12, അതായത് 23 അർദ്ധരാത്രി കഴിഞ്ഞ് 24, 12, 5 വരെയും. അത് കഴിഞ്ഞ് 25ഉം 26 ഉച്ചവരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ ആദ്യ 2-3 ദിവസങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് ആദ്യ ആഴ്ചകൾക്ക് ശേഷം പൊതുവെ വളരെ ഗുണകരമായ ഒരവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഇടവക്കൂറിൽപ്പെട്ടവരുടെ സഹോദര ഭാവത്തിൽ ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ സഹോദര ബന്ധങ്ങളിൽ വരുന്നവർ, അത് ചിലപ്പോൾ കസിൻ സിസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ കസിൻ ബ്രദേഴ്സ് ആവാം. ഏതായാലും നേരിട്ടുള്ള സഹോദരന്മാരോ സഹോദരികളോ ആയാലും ഒക്കെ ഇവർക്ക് ഗുണകരമായ ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് കാണുന്നു. ഇനി സഹോദരന്മാരെ തന്നെ എടുക്കേണ്ട, അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഇവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ, അഭ്യുദയകാംക്ഷികൾ, അവരെല്ലാം തന്നെ ഏതെങ്കിലും വിധത്തിൽ മാസത്തിൻ്റെ ആദ്യത്തെ ഒരു 4-5 ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് വലിയ ഗുണം നൽകുമെന്ന് കാണുന്നു. ഗുണം എന്ന് പറയുമ്പോൾ അത് ഒന്ന് മാനസികമായ സപ്പോർട്ട്, ഇവരെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള അവരുടെ ഇടപെടൽ, അതുമല്ലെങ്കിൽ സാമ്പത്തികമായ സഹായം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അവരെ കൊണ്ട് ആവുന്നത്ര സഹായിക്കുകയും ആ സഹായം വളരെ ഗുണകരമായി ഇവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ആദ്യത്തെ ഒരു 5-6 ദിവസങ്ങൾക്ക് ശേഷം ജൂൺ മാസത്തിൽ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളമുള്ള നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും അത് പലപ്പോഴും അത്യാവശ്യ ചെലവുകൾ അതിന്മേൽ വന്ന് മൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ മാസത്തിൻ്റെ 2-ാം പകുതി ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും വിദേശത്തു നിന്നുള്ള വരുമാന സാധ്യത കാണുന്നു. അതുപോലെ തന്നെ പിണങ്ങിപ്പിരിഞ്ഞ് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിണങ്ങിപ്പിരിഞ്ഞ് അവർ അടയ്ക്കേണ്ട തുകയോ അല്ലെങ്കിൽ അവർ തരേണ്ട ഷെയറോ ഒക്കെ തരാതെ പോയ വ്യക്തികൾ അത് തിരിച്ചു തരാൻ സന്നദ്ധരാകുന്നു ഇവരെ അറിയിക്കുന്നൊരവസ്ഥ മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഇവരുടെ പഴയ ബാധ്യതകൾ തീർക്കാൻ തക്കവണ്ണമുള്ള വരുമാനവും ഇവരിലേക്ക് വന്നു ചേരുന്നുണ്ട്. പഴയ ചില ഇവരുടെ ശ്രമങ്ങൾ അത് പിന്നീട് വിജയത്തിലെത്തുകയും അതിൽ നിന്നുള്ള സാമ്പത്തികമായ ആദായം ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ മാസത്തിൻ്റെ, അതായത് ജൂൺ മാസം 15-ന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അധികാരികളുമായി ബന്ധപ്പെട്ട് വളരെ ഗുണമുള്ള ചില അവസ്ഥകൾ ഉണ്ടാകുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്നായി ഇവർക്ക് ഇവരുടെ കഴിവ് പ്രയോഗിക്കാൻ സാധിക്കുന്നതും മാസത്തിൻ്റെ ആദ്യ 5-6 ദിവസങ്ങൾക്ക് ശേഷമാണ്. വേണമെങ്കിൽ അത് ഒരാഴ്ചയെന്ന് വെച്ചോളൂ. അതായത് മാസത്തിൻ്റെ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം ജൂൺ മാസത്തിൽ ഇവർക്ക് ഗുണകരമായ അവസ്ഥ വരും. പ്രത്യേകിച്ച് ഇവരുടെ കർമ്മരംഗത്ത് ഇവർക്ക് എന്താണോ ഒരു അഭാവമായി ഉണ്ടായിരുന്നത് തങ്ങളുടെ കഴിവിൻ്റെ മേൽ, ആ അഭാവം മാറുന്നു. കുറച്ചുകൂടി പ്രാഭവത്തോടു കൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇവർക്ക് വിഹരിക്കാൻ സാധിക്കുന്നു. അത് സാമ്പത്തിക മേന്മയായി പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നതായി കാണുന്നു. എന്നാൽ ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യത, ഒരുപാട് അധ്വാനിക്കുന്നതിൻ്റെ ഫലമായി ചിലപ്പോൾ ശരീരത്തിനും മനസ്സിനുമൊക്കെ തളർച്ചയുണ്ടാകാം. ശരീരത്തിന് പൊള്ളലേൽക്കാനോ അതുപോലെ തന്നെ മുറിവുണ്ടാകാനോ, അസ്ഥികൾക്കോ പേശികൾക്കോ ഒക്കെ ചതവോ എല്ലുകൾക്ക് മുറിവോ ഉണ്ടാകാനുള്ള സാധ്യത, ഒടിവോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജലവുമായി ബന്ധപ്പെട്ട് വളരെ സൂക്ഷിച്ചിടപെടണമെന്ന് കാണുന്നു. ജലയാത്ര ചെയ്യുമ്പോഴും ജലജന്യമായ കാര്യങ്ങൾ, അതായത് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, മരുന്ന് വ്യാപാരം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർ, അതുപോലെ വാട്ടർ സർവീസിൽ പ്രവർത്തിക്കുന്നവർ, ഇവരൊക്കെ തന്നെയും സാഹസികമായ മേഖലകൾ അവർക്ക് ചെയ്യേണ്ടി വരുന്ന നിമിഷങ്ങളിൽ അങ്ങേയറ്റത്തെ ജാഗരൂകരായിരിക്കണമെന്ന് പറയുന്നു. അതിൽ നിന്നൊക്കെ അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ
ഇവരുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാവുന്നു. പ്രണയ സംബന്ധമായ കാര്യങ്ങളിലും സാഫല്യം അണയാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഇവരുടെ കഴിവിന് അനുസരിച്ച് ജോലിയോടൊപ്പം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ചിലപ്പോൾ ക്രിയേറ്റീവായ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്നവർക്ക് ആ മേഖലയിൽ ഉയർച്ചയും സാമ്പത്തിക വരുമാനവും കാണുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് കലാപരമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കിൽ അടിസ്ഥാനപ്പെടുത്തിയോ ഉള്ള കഴിവുണ്ടെങ്കിൽ ആ മേഖലകളിൽ നിന്നും ആ പ്രവർത്തനങ്ങളിൽ നിന്നും വരുമാനമുണ്ടാക്കാനും ഈ മാസത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ സഹായകമാകുമെന്ന് കാണുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനത്തുള്ളവർക്ക് ഗുണമുണ്ടാകുന്നു, ഇവർക്കും അതിൽ നിന്ന് ഗുണമുണ്ടാകുന്നു. അതുപോലെ തന്നെ പ്രവർത്തിക്കുവാനുള്ള മനസ്സിൻ്റെ ഉന്മേഷവും ധൈര്യവുമൊക്കെ ഇവർക്ക് വർദ്ധിക്കുന്നതായും കാണുന്നു. മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയ്ക്ക് ശേഷം കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയും പിതാവുമായി അഭിപ്രായ വ്യത്യാസമോ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവസ്ഥയോ കാണുന്നു. ജീവിത പങ്കാളിയുമായും മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും, ചിലപ്പോൾ അത് കലഹമാകാം, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ജീവിത പങ്കാളി താമസിക്കുന്ന സ്ഥലത്തു നിന്നും മാറി നിൽക്കേണ്ടതായി വരുന്നതായും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി താരതമ്യേന ഗുണമുള്ള ദിവസമാണ്. അത് കഴിഞ്ഞാൽ 6 സന്ധ്യ മുതൽ 7, 8 ഗുണമുള്ള ദിവസമാണ്. 9, 10, 11 രാവിലെ 8:30 വരെയും ശേഷം 13 രാവിലെ 9:30 മുതൽ 14, 15 രാവിലെ 8:30 വരെയും അത് കഴിഞ്ഞാൽ പിന്നെ 17 രാവിലെ 8 മണി മുതൽ 18, 19 രാവിലെ 10:30 വരെ ശേഷം 24 അർദ്ധരാത്രി മുതൽ 25, 26, 27, 28, 29 ദിവസങ്ങളും താരതമ്യേന ഇവൾക്ക് 29 എന്ന് പറയുമ്പോൾ 29 പുലർച്ചെ 28 അർദ്ധരാത്രി കഴിഞ്ഞ് 29 ഒരു 12:15 മണിവരെയും ഒക്കെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളായി കാണുന്നു. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടം ആണ് പ്രധാനമായും ഈ മാസം പറയാനുള്ളത്. തുടക്കം മുതൽ തന്നെ ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. മാസത്തിൻ്റെ 2ാമത്തെ ആഴ്ച മുതൽ വീട്ടിൽ അത്യാവശ്യം മോടി പിടിപ്പിക്കുന്നതിൻ്റെയും ജോലിയിലൊരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ആ മാറ്റം ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തങ്ങളുടെ ശമ്പളം കുറവാണ് അല്ലെങ്കിൽ വരുന്ന വേതനം വളരെ കുറവാണ് എന്ന് ആഗ്രഹിക്കുന്നവർ ഏതെങ്കിലും തരത്തിൽ അത് കൂട്ടണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ മാറ്റവും ഈ മാസം ഉണ്ടാകാം. ശമ്പള വർധനവുണ്ടാകാം. പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ഇവർക്ക് ഉന്മേഷവും ഊർജ്ജസ്വലതയും കൈവരുന്നതായി കാണുന്നു. അതുപോലെ വീട്ടിൽ ഇവരുടെ സ്ഥാനത്തിന് കുറച്ചുകൂടി മാന്യത വരുന്നു. സ്വന്തം കുടുംബത്തെ നന്നായി നോക്കുവാൻ തക്കവണ്ണമുള്ള സാമ്പത്തികവും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള മനസ്സിൻ്റെ ശക്തിയുമൊക്കെ വർദ്ധിക്കുന്നു. കുറച്ചുകൂടി പ്രണയവും അതുപോലെ തന്നെ ഇടപെടലും കരുതലും സ്നേഹവും പരിഗണനയുമൊക്കെ വീട്ടുകാരോടും വീട്ടിലെ അംഗങ്ങളോടും കാണിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവരുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. കലഹവും പ്രശ്നങ്ങളുമൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മിഥുനക്കൂറിൽപ്പെട്ട വ്യക്തികൾ അവർക്ക് പ്രായഭേദമന്യേ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുന്നു. പ്രായഭേദമന്യേ എന്ന് പറയുമ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് അവരുടെ പഠനത്തോട് കൂടുതൽ താല്പര്യമുണ്ടാകുന്നു, കൂടുതൽ ബുദ്ധിപരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. പഠനത്തെ കുറച്ചുകൂടി എളുപ്പത്തിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പരീക്ഷകളിൽ വിജയിക്കുവാനും സാധിക്കുന്നതായി കാണുന്നു. അതുപോലെ ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന പരീക്ഷകൾ അതിനുവേണ്ടി അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചില വേളകൾ, ആ നിമിഷങ്ങളൊക്കെ തന്നെ അഭിമുഖങ്ങളൊക്കെ തന്നെ ഇവർക്ക് നന്നായി ശീലിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. അതിലൊക്കെ തന്നെ വിജയമുണ്ടാകുന്നതായി കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിൽ ഗുണമുണ്ടാകുന്നു. അപ്രതീക്ഷിതമായ ധനസഹായം ഇവർക്ക് വരാൻ സാധിക്കും. പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. കാൽപാദങ്ങൾക്കും കാൽമുട്ടുകൾക്കും കാലുകൾക്കുമൊക്കെ പൊതുവേ ഉണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ വാദസംബന്ധമായ അസുഖങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് കുറവും ഉണ്ടാകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിൻ്റെ ആന്തരികമായ ചില അസിഡിറ്റി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ആന്തരികമായി പ്രത്യേകിച്ചും വയറ് സംബന്ധമായി ഉദര സംബന്ധമായി ആന്തരികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സമയത്ത് ആഹാരം കഴിക്കുകയും
ഈ ഓരോ പ്രധാനപ്പെട്ട വിദഗ്ധർ പറയുന്നത് പോലെ ജലം ആവശ്യത്തിന് ശരീരത്തിൽ എത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരവസ്ഥ അതുപോലെ പാലിച്ചു പോയില്ല എങ്കിൽ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളാൽ ഇവർക്ക് വളരെ ഭീതിജനകമായ ചില ആകുലതകൾ, വ്യാധികൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്ര മാസത്തിൻ്റെ രണ്ടാം പകുതിക്ക് ശേഷം കൂടുതൽ ഗുണകരമായി വരുന്നു. ഔദ്യോഗികമായ യാത്രകൾ വിജയത്തിലും എത്തിച്ചേരുന്നു, ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. അതിൽ നിന്നൊക്കെ ഇവർക്ക് സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ അവരെക്കുറിച്ചുള്ള മികവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ പരിഗണന, മേലധികാരികളുടെ പരിഗണന, അവരുടെ തൃപ്തി ഇതൊക്കെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ സഹോദരന്മാർക്ക് അത്ര നല്ലതല്ല എന്ന് ആലോചിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. വിദേശവുമായി ബന്ധപ്പെട്ട് ഇവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയാണ് കൂടുതൽ പ്രയോജനകരമെന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ മാസത്തിലെ ഗുണമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4 രാവിലെ 7:30 വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 9, 10, 11, 12, 13 രാവിലെ 9 മണി വരെ, ശേഷം 15 രാവിലെ 8:30 ശേഷം 16, 17 രാവിലെ 8:30 വരെ 8 മണി വരെയും, അത് കഴിഞ്ഞാൽ 19 രാവിലെ 10:30 മുതൽ 20, 21 സായാഹ്നം 3:30 വരെയും, ശേഷം 26 ഉച്ച കഴിഞ്ഞ് 27, 28, 29, 30 ദിവസങ്ങളും ഭേദപ്പെട്ട ദിവസങ്ങളാണ് സാമാന്യേന. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഈശ്വരാധീനം അല്പം കൂടി വർദ്ധിച്ച ഒരവസ്ഥയാണ് കാണുന്നത്. മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയ്ക്ക് ശേഷം ഇവരുടെ ശാരീരികമായ വ്യക്തിത്വവും വർദ്ധിക്കുന്നു. ശാരീരികമായ വ്യക്തിത്വം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അതിന് ബാഹ്യമായ ഒരു പരിഗണനയെ മാത്രമേ ഉള്ളൂ. എന്നാൽ ആന്തരികമായി ഇവർക്കൊരു ഗുണം കിട്ടുന്നത് ഇവരിലേക്ക് ആത്മീയ ശക്തി വർദ്ധിക്കുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിലും ഇവരുടെ ബന്ധങ്ങൾ, സന്താനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പൊതുവെയുള്ള ഇവരുടെ ഈശ്വരാധീനം, ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളിലുമൊക്കെ അപാരമായ ആത്മീയ ശക്തി വർദ്ധിക്കുന്നതായി കാണുന്നു. അതിൻ്റെ അർത്ഥം ഭാഗ്യം വർദ്ധിക്കുന്നു, മനസ്സ് വളരെ പ്രബലമാകുന്നു. അതുകൊണ്ട് തന്നെ ബാഹ്യ സൗന്ദര്യം, മനസ്സ് ശക്തമായാൽ, മനസ്സ് കൂടുതൽ ഉന്മേഷാവസ്ഥയിലെത്തിയാൽ അതിൻ്റെ പ്രകടനം, അതിൻ്റെ പ്രതിഫലനം സ്വാഭാവികമായും ശരീരത്തിലുണ്ടാവും. ശരീരത്തിന് തിളക്കം വർദ്ധിക്കും. ഒരു എക്സസൈസോ ഒരു ലേപനമോ ഒന്നും ഇല്ലാതെ തന്നെ ആന്തരികമായ ശക്തി ഒരു സ്രോതസ്സായി പുറത്തു വരികയും അത് ബാഹ്യമായ ഒരു പ്രത്യേക സൗന്ദര്യം, ഐശ്വര്യം നൽകുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ബാഹ്യമായി കൂടി ഇവർക്ക് ആധുനിക ശാസ്ത്ര സാങ്കേതിക ലേപനങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടും അത്തരം യോഗ എക്സസൈസുകളൊക്കെ ചെയ്തുകൊണ്ടുമൊക്കെ ഭംഗി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയും ജൂൺ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം കാണുന്നുണ്ട്. പൊതുവെ ഗുണകരമാണ്. ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിലും കുറച്ചുകൂടി ഉന്മേഷത്തോടുകൂടി ഇവർക്ക് ഇടപഴകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ കാര്യത്തിലോ, അത് പ്രത്യേകിച്ചും ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മാത്രമല്ല, അവരുടെ സന്താനങ്ങളുടെ ഈ വിദേശവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ശരി, വളരെ വലിയ ചില യോഗങ്ങൾ ഉണ്ടാകാൻ പോകുന്നതായി കാണുന്നു ഈ മാസത്തിൽ. പൊതുവെ ഗുണകരമാണ്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും തടസ്സമൊക്കെ മാറി ഗുണകരമായ അവസ്ഥ വരുന്നു. പിതാവിനുണ്ടായിരുന്ന ആരോഗ്യാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു. വിദേശത്തെ പഠനത്തിനും ജോലിക്കുമുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. വിദേശത്ത് വസിക്കുന്ന കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവിടെ അവർ അനുഭവിക്കുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കവിടെ സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാം. ജോലിയിൽ ഉറപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാം. മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ മാറ്റം ഈ മാസം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. പൊതുവെ ഈശ്വരാനുഗ്രഹമുണ്ട്. ശരീരത്തിൽ ഇടയ്ക്കിടെ ചിലപ്പോഴെങ്കിലും ചില വ്യാധികൾ അലർജി രൂപത്തിലോ അല്ലെങ്കിൽ ശരീരത്തിന് ചേരാത്ത ബാഹ്യമായ വസ്തുക്കൾ കൊണ്ടോ ആന്തരികമായ ഭക്ഷണ രീതികൾ കൊണ്ടോ ഉണ്ടാകാവുന്ന ചില അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പരിസരങ്ങൾ വളരെ ശുദ്ധമാക്കി ഇടണം, പരിസരങ്ങൾ അണുവിമുക്തമാക്കി ഇടണമെന്ന് പ്രത്യേകിച്ചും കർക്കിടകക്കൂറിൽപ്പെട്ടവരോട് പറയേണ്ടിയിരിക്കുന്നു. അവർ ഇറങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഏറ്റവും നന്നായി പരിപാലിക്കപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അവർക്കായിരിക്കും ശാരീരികമായി അനുഭവപ്പെടുക. വിഷജന്തുക്കളാൽ ദംശനം, അലർജി ഇതൊക്കെ വരാം. ഭക്ഷ്യ വിഷബാധ ബാധിക്കാം. അതുകൊണ്ട് പഴകിയ ആഹാരങ്ങൾ, തുറന്ന് അന്തരീക്ഷത്തിൽ കിടക്കുന്ന ആഹാരം പാചകം ചെയ്താലും വാങ്ങിച്ചു വച്ചാലുമൊക്കെ അതിനെ ഏറ്റവും പെർഫെക്റ്റായി വയ്ക്കാനൊരു ശ്രമം ഇവർ നടത്തണമെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും
ഗുണമാണ് കാണുന്നത്. രോഗാവസ്ഥകൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞതുപോലെ അവശത, അലർജി ഇതൊക്കെ വരാനൊരു സാധ്യതയുണ്ട്. ഒന്നും തള്ളിക്കളയാൻ സാധിക്കില്ല. ചില ഗ്രഹങ്ങൾ, പാപഗ്രഹങ്ങൾ പ്രബലരായി നിന്നാൽ നമുക്കതിൻ്റേതായ ദോഷം വരും. ശുഭഗ്രഹങ്ങൾ നിന്നാൽ തീർച്ചയായും അതിനെ അതിജീവിക്കുമില്ല എന്ന് പറയുന്നില്ല. അനുഭവിച്ചിട്ട് അതിജീവിക്കുന്നതിനേക്കാൾ നേരത്തെ മുൻകരുതലെടുത്ത് പ്രാർത്ഥനയോടുകൂടി വിനയത്തോടുകൂടി അതിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ ഉചിതം എന്ന് ചിന്തിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ മാസത്തിൽ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2, 3, 4, 5, 6 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ 11 രാവിലെ 8:30 മുതൽ 12, 13 രാവിലെ 13, 14, 15 രാവിലെ 8:30 വരെയും, ശേഷം 17-ാം തീയതി രാവിലെ 8 മണി മുതൽ 18, 19 രാവിലെ 10:30 വരെയും, അത് കഴിഞ്ഞാൽ 21-ാം തീയതി സായാഹ്നം 3:30 മുതൽ 22, 23 അർദ്ധരാത്രി കഴിഞ്ഞ് 24 പുലർച്ചെ 12:15 വരെയും. പിന്നെ ഇവർക്ക് ഗുണമെന്ന് പറയുന്നത് ഇത്രയും ദിവസങ്ങളാണ് ഈ ജൂൺ മാസത്തിൽ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ളത്. കർക്കിടകക്കൂറിനെ കുറിച്ച് അവസാനം ഒരു 2 ദിവസം കൂടെ ഉണ്ട്. 29 രാവിലെ 29 അർദ്ധരാത്രി കഴിഞ്ഞ് 30-ാം തീയതി പൂർണ്ണമായും ഇവർക്ക് ഗുണകരമാണ് താരതമ്യേന. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം വ്യാഴം ഇവർക്ക് 12-ലോട്ട് വന്നു എന്നതാണ്. 12-ൽ വ്യാഴം ജൂൺ 2 മുതൽ വരുന്നുണ്ട്. അതുപോലെ ശുക്രനുമൊക്കെ 8-ാം തീയതി മുതൽ 12-ലാണ്. അപ്പോൾ വ്യാഴം 12-ൽ പോകുന്നത് 6, 8, 12 ദുഷ്ടസ്ഥാനങ്ങൾ എന്നാകിലും കർക്കിടക രാശിയിൽ വരുന്നതിനാൽ വ്യാഴം ദോഷത്തെ ചെയ്യില്ല എന്ന് പ്രമാണം. മാത്രമല്ല 12-ലെ വ്യാഴം നാം പല പ്രശ്നങ്ങളാൽ വലയുമ്പോഴും ഈശ്വരനെ മുറുകെ പിടിക്കുന്നു എന്നൊരവസ്ഥ 12-ലെ വ്യാഴത്തിന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഉച്ചരാശിയിൽ വരുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപനായ വ്യാഴമാണ് 12-ൽ. അപ്പോൾ അതുകൊണ്ട് മനസ്സിനെ പിടിച്ചു നിർത്താനായി, നഷ്ടപ്പെട്ട മനസ്സിനെ, ആകുലപ്പെട്ട മനസ്സിനെ പിടിച്ചു നിർത്താനായി ആരാധനാലയങ്ങളിലും അതുപോലെ തീർത്ഥാടനങ്ങളിലും അലയുന്നു. അല്ലെങ്കിൽ സ്വന്തം മനസ്സുകൊണ്ട്, ജപം കൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ, ദേവന്മാരുടെ പാദങ്ങളിൽ അലയുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിന് മോക്ഷം കിട്ടും. 12 മോക്ഷസ്ഥാനം കൂടിയാണ്. മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വരും. അതുകൊണ്ട് സ്വാഭാവികമായും ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം, ചിങ്ങക്കൂറിലെ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം 11-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ മാസത്തിൽ ആദ്യ പകുതിയിൽ 10-ലും 2-ാം പകുതിയിൽ 11-ലും നിൽക്കുന്ന സൂര്യൻ വലിയ ഗുണത്തെ കൊടുക്കും. പ്രത്യേകിച്ച് മേലധികാരികളുടെ ഇടപെടൽ, അതുപോലെ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് സംതൃപ്തി, ജോലിയിൽ മികവ് കാണിക്കാനുള്ള അവസ്ഥ, അതൊക്കെ ജൂൺ മാസത്തിലും ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നു. പ്രത്യേകിച്ചും സൂര്യൻ നിൽക്കുന്ന രാശികൾ ശത്രുരാശിയിലായതിനാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ഭാവാൽ 10-ലും 11-ലും സൂര്യൻ ദോഷം ചെയ്യില്ല. 10-ാം ഭാവം കൊണ്ട് സൂര്യൻ ഗുണത്തെ ചെയ്യുന്നു ശത്രുരാശിയായ ഇടവത്തിൽ നിന്നാലും. അതുപോലെ മിഥുനവും ശത്രുരാശിയാണ്. മിഥുനത്തിൽ നിന്നാലും അത് ഗുണത്തെ ചെയ്യും. അതുകൊണ്ട് ഭാവം കൊണ്ട് ഗുണത്തെ ചെയ്യുന്നതിനാൽ ഇവർക്ക് വരുമാനത്തിൻ്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാലും അതിനെ സ്വയം അതിജീവിക്കാൻ, ഇവരുടെ സാമർഥ്യം കൊണ്ട് അതിജീവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവരുടെ കഴിവ് കൊണ്ട് അതിജീവിക്കാൻ സാധിക്കും. മാത്രമല്ല മാസത്തിൻ്റെ അവസാന വാരത്തിൽ ചൊവ്വ കൂടി 10-ാം ഭാവത്തിലേക്ക് വരുന്നു. ആ ചൊവ്വയ്ക്ക് 9-ാം ഭാവാധിപത്യമുണ്ട്. രാജയോഗപ്രദനായ ചൊവ്വയാണ്. അതായത് കേന്ദ്ര ത്രികോണാധിപത്യമുള്ള ചൊവ്വ 10-ലേക്ക് വരുന്നതിനാൽ കർമ്മരംഗത്ത് ഇവർക്ക് വളരെ ശക്തമായി നിലനിൽക്കാൻ സാധിക്കുന്നു. എല്ലാ മനഃശക്തിയോടും കൂടി അങ്ങേയറ്റത്തെ പ്രായോഗിക ക്ഷമതയോടും അതുപോലെ പ്രവർത്തനക്ഷമതയോടും കൂടി ഇവർക്ക് ഇവരുടെ കർമ്മ മേഖലയിൽ വിഹരിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. വരുമാനം വർദ്ധിക്കും, എന്നാൽ അതേപോലെ തന്നെ ചിലവും ഉണ്ടാകുമെന്ന് കാണുന്നു. പിന്നെ കാര്യങ്ങൾക്കൊക്കെ തടസ്സവും പ്രശ്നവും ആകുലതകളും ഉണ്ടാകും ഈ മാസവും. എന്നാൽ പ്രാർത്ഥന കൊണ്ടൊക്കെ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. 10-ാം ഭാവത്തിൽ 11-ാം ഭാവത്തിൽ ബുധൻ കൂടി നിൽക്കുന്നത് കൊണ്ട് അത് അവസാന ദിവസങ്ങളിൽ മാത്രമേ കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് വരുമാന മാർഗത്തിൽ ബുധനും ദോഷം ചെയ്യില്ല. സ്വന്തം കഴിവ് ഏറ്റവും നന്നായിട്ട് ഇവർക്ക് പ്രയോഗിക്കാൻ സാധിക്കും ചിങ്ങക്കൂറുകാർക്കെന്ന് തന്നെ കാണുന്നു. ത്വക്ക് സംബന്ധമായ രോഗമോ അലർജി അസുഖങ്ങളോ ഉണ്ടാകാം. ജീവിത പങ്കാളിയുമായി എന്തെങ്കിലുമൊക്കെ കശപിശയും സൗന്ദര്യപ്പിണക്കവും ഉണ്ടാകാം. പരസ്പരം സംശയിക്കാൻ സാഹചര്യമുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ ഏറ്റവും സുതാര്യമായി സൂക്ഷിക്കണം എന്ന് പറയുന്നു. ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും അപവാദങ്ങൾ കേൾക്കുക, ചീത്തവിളികൾ കേൾക്കുക തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകാം. അതുകൊണ്ട് മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുന്നതിന് പകരം സ്വയം ഏറ്റവും നന്നായി നിൽക്കുക. അപ്പോൾ കാലക്രമേണ
വിളിക്കുന്നവർക്കും അപഹസിക്കുന്നവർക്കും തങ്ങളുടെ തെറ്റു മനസ്സിലാകും എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അത്തരം ഘട്ടങ്ങളിലൂടെ കടന്നുപോകും. കാരണം ജന്മശനി, അഷ്ടമശനി, ഇതാണ് ശനിയുടെ ദോഷങ്ങളിൽ ഏറ്റവും കടുപ്പമേറിയത് എന്ന് പറയാറുണ്ട്. ഏറ്റവും രൂക്ഷമായ വിമർശനമുണ്ടായാലും കേട്ട് നിസ്സഹായനായി, അല്ലെങ്കിൽ എല്ലാം ഭഗവാനോട് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഒരക്ഷരം തിരിച്ചു പറയാതെ പോവുക എന്നാണ് പറയുന്നത് ആചാര്യന്മാർ. അതെല്ലാം ഭഗവാൻ തീർത്തുകൊള്ളും കാര്യങ്ങൾ എന്നുള്ളതാണ് പ്രമാണം. അത് കൃത്യമായി ആലോചിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ മാസത്തിലെ സാമാന്യം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4-ാം തീയതി രാവിലെ 7:30 ശേഷം, 7:30 കഴിഞ്ഞ്, രാവിലെ 7:30 മണി കഴിഞ്ഞ് 5, 6, 7, 8 ഗുണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഗുണമുള്ളത് 13 രാവിലെ 9 മണി മുതൽ 14, 15 രാവിലെ 8:30 വരെയും, 15 രാവിലെ 8:30 ശേഷവും 16, 17 രാവിലെ 8:30 വരെയും ഗുണമുള്ളതാണ്. ശേഷം 19 രാവിലെ 10:30 ശേഷം 20, 21 സായാഹ്നം 3:30 വരെയും, അത് കഴിഞ്ഞാൽ 24 അർദ്ധരാത്രി മുതൽ 25, 26 ഉച്ച വരെയും. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ അത്തം, ചിത്രയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ നിന്നിരുന്ന ചൊവ്വ 9ാം ഭാവത്തിലേക്ക് മാസത്തിൻ്റെ അവസാന ദിവസം പോകുന്നു. 11ലേക്ക് വ്യാഴം വന്നിരിക്കുന്നു. മാസത്തിൻ്റെ 8-ാം തീയതി മുതൽ ശുക്രനും 11ലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ 2 ആചാര്യന്മാർ വരുമാന സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നതിനാൽ കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുന്നു എന്ന് വേണം കരുതാൻ. മാത്രമല്ല ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് തിരിച്ചെടുക്കാനുള്ള സമയമാണ്. അതുപോലെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാം. അതുപോലെ കുടുംബ സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും വിധത്തിൽ അകൽച്ചയോ പ്രശ്നമോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകുന്നു. അവരുമായി വീണ്ടും ഒരുമിക്കുന്നതായി കാണുന്നു. സമാഗമങ്ങൾ സമാഗതമാകുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ ആഗ്രഹിച്ചിരുന്നവർക്ക് പരസ്പരം ഒരുമിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. 11ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ആഗ്രഹിച്ച ഏത് കാര്യവും നേടാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ശേഷിയും അതുപോലെ തന്നെ അത് പോയി വാങ്ങാൻ തക്കവണ്ണമുള്ള മറ്റ് കഴിവുമൊക്കെ ഇവർക്ക്, അവസ്ഥകളുമൊക്കെ ഇപ്പോൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്. പുതിയ വീട് വരാം, പുതിയ ഫർണിച്ചർ വരാം, പുതിയ സമ്മാനാർഹമായ സാധനങ്ങൾ കൈവശമാക്കാൻ സാധിക്കും, പുരസ്കാരങ്ങൾ ലഭിക്കും. കന്നിക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീകളാൽ വളരെ വലിയ സഹായങ്ങൾ ഉണ്ടാവും. തിരിച്ചും, അതായത് കന്നിക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് പുരുഷന്മാരാലും വലിയ ഗുണങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. കലാപരമായി തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കും ഈ മാസം. എന്തെങ്കിലുമൊക്കെ കഴിവുള്ളവർക്ക് ഏറ്റവും നന്നായി അത് പ്രകടിപ്പിക്കാൻ സാധിക്കും. ഇതൊന്നുമില്ല, സാധാരണ കഴിവ് ഒന്നുമില്ലാതെ സാധാരണ തങ്ങളുടെ ജോലി മാത്രം കൃത്യമായി ചെയ്തു പോകുന്നവർക്ക് അത് ഏറ്റവും നന്നായി ചെയ്യുവാനും അതിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കുവാനും സാധിക്കും. എല്ലാ കാര്യങ്ങളിലും നന്നായി ഇടപഴകാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ വിഷമമുണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റം വരുന്നു. അതുപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ, സന്താനങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിഷമമുണ്ടായിരുന്നെങ്കിൽ അതിനും മാറ്റമുണ്ടാകുന്നു. തടസ്സങ്ങളൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവേ സാമ്പത്തിക നേട്ടവും ഗുണവും പ്രവർത്തനങ്ങളിൽ ലാഭവും ഉണ്ടാകുന്നിരുന്നു. ഏതെങ്കിലും തരത്തിൽ തങ്ങളെ കബളിപ്പിച്ചിരുന്നവർ ഒന്നുകിൽ അവർ തന്നെ ആ അവസ്ഥയൊക്കെ മാറി തിരിച്ച് വളരെ ഉദാരമായി ഇവരെ സഹായിക്കുന്നതായി, പ്രത്യേകിച്ചും സാമ്പത്തിക സഹായത്തിന് തക്കവണ്ണമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായി കാണുന്നു. അതല്ല, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുവെങ്കിൽ അതിൽ നിന്ന് വിജയം ഉണ്ടാകുന്നതായും കാണുന്നുണ്ട്. അധികാരികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അടുപ്പമുണ്ടാകും. പ്രത്യേകിച്ച് സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ അതിന് തക്കവണ്ണമുള്ള പ്രബലരായ വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ഒക്കെ മാസത്തിൻ്റെ 2ാം പകുതിയിൽ കൂടുതൽ ഗുണം കാണുന്നുണ്ട്. ഏറ്റവും നന്നായി തങ്ങളുടെ കഴിവ് പ്രവർത്തനങ്ങളിൽ അർപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നതുകൊണ്ട് വലിയ മേന്മ മറ്റുള്ളവരുടെ ഇടയിൽ, സഹപ്രവർത്തകരുടെ ഇടയിലൊക്കെ ഇവർക്ക് ലഭിക്കുന്നതായി കാണുന്നു. പിതാവിന്, പ്രത്യേകിച്ച് മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ച, പിതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. പ്രത്യേകിച്ച് അമ്മയുടെ അമ്മ തുടങ്ങിയവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ജീവിത പങ്കാളി, അതായത് കന്നിക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് അവരുടെ ജീവിത പങ്കാളിക്ക് ശാരീരികമായ അവശത ഉണ്ടാകുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് ശസ്ത്രക്രിയയ്ക്കോ മറ്റോ വിധേയമാകേണ്ടി വന്നേക്കാം. പ്രായഭേദമന്യേയാണ് ഇതിന് വ്യത്യാസമുണ്ടാകാം. മാസത്തിൻ്റെ തുടക്ക ദിവസങ്ങൾ ഇവർ അല്പം ശ്രദ്ധിക്കണം. ഓവർ സ്പീഡ്, ഏകദേശം മാർച്ച് 16, 17 വരെ ഓവർ സ്പീഡ് പാടില്ല വാഹനം ഉപയോഗിക്കുമ്പോൾ. അതുപോലെ കയറ്റങ്ങൾ കയറുന്ന ഇടങ്ങളിൽ പോകുമ്പോഴും ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള ആയുധങ്ങൾ പോലെയുള്ള വസ്തുക്കളോ ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന യന്ത്രസാമഗ്രികൾ ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥകളിലും ഇലക്ട്രിസിറ്റിയോടും വൈദ്യുതിയോടും തീയോടും ഇടപഴകേണ്ടി വരുമ്പോഴും വളരെ കരുതലെടുക്കണം. സഹോദര സ്ഥാനത്തുള്ളവർക്കും ഇത്തരം ചില ആപത്ഘട്ടങ്ങൾ നേരിടാൻ സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ മാസം കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ 1-ാം തീയതി താരതമ്യേന ഗുണമുള്ള ദിവസമാണ്.
അടുത്തത് 6 സന്ധ്യ മുതൽ 7, 8, 9, 10, 11 രാവിലെ 8:30 വരെയും, അത് കഴിഞ്ഞാൽ 15 രാവിലെ 8:30 മുതൽ 16, 17, 18, 19 രാവിലെ 10:30 മണി വരെയും, ശേഷം 21 സായാഹ്നം 3:30 മണിക്ക് ശേഷം, 22, 23, 24 പുലർച്ചെ, അതായത് 23 അർദ്ധരാത്രി കഴിഞ്ഞ് 24 രാത്രി 12 മണി 15 മിനിറ്റ് വരെയും, ശേഷം 26 ഉച്ച കഴിഞ്ഞ് 27, 28, 29 അർദ്ധരാത്രി, അതായത് 28 അർദ്ധരാത്രി കഴിഞ്ഞ് 29 പുലർച്ചെ വരെയും താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളായി പരിഗണിക്കപ്പെടുന്നു. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം 10ാം ഭാവത്തിലേക്ക് വ്യാഴവും ശുക്രനും ഒരുമിച്ച് വന്നിരിക്കുന്നു. വ്യാഴം അതിൻ്റെ ഉച്ചസ്ഥാനത്തായതിനാൽ കർമ്മരംഗത്ത് ഭൗതിക സ്ഥാനം 10ാം ഭാവം വ്യാഴത്തിന് ചാരവശാൽ അത്ര നല്ലതല്ല. എങ്കിൽ പോലും ഇവിടെ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് പ്രയോജനം ചെയ്യണം. ഇവരുടെ ജോലിസ്ഥലത്ത് മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ മുമ്പ് അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങളൊക്കെ മാറണം. കഴിഞ്ഞ ഒരു 3-4 മാസമായി ഇവർക്ക് കുറച്ച് ഗുണം, ഈശ്വരാധീനമൊക്കെ ഏതെങ്കിലും വിധത്തിൽ വന്നിട്ടുണ്ട്. അതിന് വേറൊരു തലം കൈവരിക്കുന്നതാണ് ഇപ്പോൾ. അതായത് ഇവർക്ക് പ്രവർത്തിക്കാൻ ഏറ്റവും നന്നായി സാധിക്കുന്നു. ശുക്രൻ കൂടി 10ലേക്ക് വരുന്നതിനാൽ, ശുക്രനും 10ൽ നിൽക്കുമ്പോൾ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ അല്പം പ്രശ്നമുണ്ട്. ചാരവശാൽ ശുക്രനും 10ൽ അത്ര നല്ലതല്ല. എന്നാൽ വ്യാഴത്തിനോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ കോടിക്കുറ്റം തീർത്തിടും വ്യാഴയോഗവും വ്യാഴവീക്ഷണവും എന്നാണ് പ്രമാണം. അപ്പോൾ ശുക്രൻ്റെ ദോഷാവസ്ഥകൾക്ക് മാറ്റം വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാൽ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ യോഗത്താൽ സംഭവിക്കുമെന്ന് തന്നെ കാരണം. മാത്രമല്ല ശുഭഗ്രഹ രാശിയിലാണ് ശുക്രനും നിൽക്കുന്നത്, ചന്ദ്രൻ്റെ രാശിയിലാണ്. അതുകൊണ്ട് ജലജന്യമായ ഉൽപ്പന്നങ്ങൾ, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, മറ്റേതെങ്കിലുമൊക്കെ ബിസിനസ്, പലവ്യഞ്ജനക്കട, കൺസ്ട്രക്ഷൻ മേഖല, അതുപോലെ വസ്ത്രവ്യാപാരം, കലാപരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, വെളുത്ത വസ്തുക്കൾ നിർമ്മിക്കുകയോ കച്ചവടം ചെയ്യുകയോ ചെയ്യൽ, പാൽ വ്യാപാരം ചെയ്യൽ, ആഹാരം പദാർത്ഥങ്ങൾ ഉണ്ടാക്കി നൽകൽ തുടങ്ങി നിരവധി മേഖലകളിൽ ഗുണമുണ്ടാകാം. ബ്യൂട്ടി പാർലർ നടത്തൽ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ശാലകളിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ നടത്തുക, അതുമായി ഏജൻസികൾ നടത്തുക തുടങ്ങിയ മേഖലകളിലൊക്കെ ഗുണം കാണുന്നു. ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് മൂവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെയും ഗുണമാണ്. കൃഷി ഗുണമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മറ്റു പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ ഗുണമായിട്ട് വരണം. പ്രവർത്തന മേഖല കുറച്ചുകൂടി സജീവമാകുന്നു. മേലധികാരികളുടെ സഹായമുണ്ടാകുന്നു. തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഭരണതലത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളാലോ, പ്രത്യേകിച്ചും അവരുടെ പുരുഷന്മാരാണ് അത് നടത്തുന്നതെങ്കിൽ അവരുടെ ഭാര്യമാരുടെ സഹായത്താലോ ഒക്കെ തന്നെ വലിയ സഹായം ലഭിക്കുന്നതായി കാണുന്നു. അധികാരികളിൽ നിന്ന് ലഭിക്കുന്ന സഹായം എന്ന് വേണം അതിനെ നിർവചിക്കാൻ. അതുപോലെ മാസത്തിൻ്റെ അവസാന ആഴ്ച ഇവർ ശാരീരികമായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിക്ക് എല്ല് സംബന്ധമായോ പേശി സംബന്ധമായോ എന്തെങ്കിലും ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപകട സാധ്യത, അതായത് ഈ വാഹനം ഓടിക്കുമ്പോഴും ഭാരമുള്ള വസ്തുക്കൾ, അതായത് യന്ത്രസാമഗ്രികളിൽ പ്രവർത്തിക്കുമ്പോഴുമൊക്കെ, തീയോ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ഇവരുടെ സഹോദര സ്ഥാനത്തുള്ളവരും ഏറ്റവും അടുത്ത വ്യക്തികളുമൊക്കെ ഇത്തരം അപകട സാധ്യതകളിൽ നിന്ന് മാറി നിൽക്കാൻ ഏറ്റവും ജാഗരൂകരായി പ്രവർത്തിക്കണം. പ്രാർത്ഥനയോടുകൂടി തങ്ങളുടെ ഓരോ കാലടികളും മുന്നോട്ട് വയ്ക്കണമെന്ന് വേണം പറയാനുള്ളത്. എന്നാൽ സാമ്പത്തിക നേട്ടം കൃത്യമായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവാധിപൻ എന്ന് പറയുന്ന ഗ്രഹം 7ൽ നിന്ന് 8ലോട്ടാണ് പോകുന്നത്. അപ്പോൾ അധ്വാനം നല്ലവണ്ണം ചെയ്യണം ധനം കിട്ടുവാൻ. എന്നാൽ ധനകാരകൻ വളരെ ഉച്ചസ്ഥാനത്തേക്ക് പോയിരിക്കുന്നതിനാൽ പ്രവർത്തനങ്ങളിൽ നിന്ന് കൃത്യമായി ഇവർക്ക് ധനം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ ലഗ്നാധിപനും ഒരുമിച്ച്, ജന്മലഗ്നാധിപനും 10ലാണ് നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ യോഗത്താൽ. അത് ഗുണമാണ് ചെയ്യേണ്ടത്. വിദേശത്ത് നിന്ന് വരുമാനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. ഏറ്റവും അടുത്ത വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ളവർ, അടുത്ത ബന്ധുക്കൾ ഇവരൊക്കെ തന്നെ സഹായിക്കുമെന്ന് കാണുന്നു. അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള ഉത്തരവാദപ്പെട്ട വ്യക്തികളുടെ സഹായം കൊണ്ട് ഇവർക്ക് പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ഒരു തുറന്ന അവസ്ഥയും തടസ്സങ്ങൾ മാറിക്കിട്ടുന്ന അവസ്ഥയും കൂടുതൽ സാമ്പത്തികം ഇവരിലേക്ക് വരുന്നൊരവസ്ഥയും കാണുന്നുണ്ട്. ശാരീരികമായ അവശത ഇപ്പോഴും ഇവരുടെ മനസ്സിൽ നിന്ന്, അതായത് ശാരീരികമായി ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനം മനസ്സാണ് എന്നുള്ള അവസ്ഥ ഇപ്പോഴും ഇവർ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആശങ്കകളാലും പിരിമുറുക്കത്താലും മനസ്സ് വളരെ
പ്രക്ഷുബ്ധമായ അവസ്ഥയിലാണ്. അതിൻ്റെ പ്രതിഫലനങ്ങൾ ശരീരത്തിൽ അനുഭവപ്പെടും. അലർജി അസുഖത്തിൻ്റെ രൂപത്തിലോ ത്വക്ക് സംബന്ധമായ അസുഖത്തിൻ്റെ രൂപത്തിലോ ഒക്കെ വരാം. സന്താനങ്ങളെ ചൊല്ലിയും ഭാവിയെ ചൊല്ലിയും മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തുടർന്ന് വരുന്ന കാലങ്ങളിലുമൊക്കെ ഇവർക്ക് നല്ല ഈശ്വരാധീനം കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ഉദര സംബന്ധമായ രോഗങ്ങളും ശ്രദ്ധിക്കണം. സാമ്പത്തികം ഓരോ മേഖലയിലും ആ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടത്തുന്ന ക്രമീകരണം, നിയന്ത്രണം, മാനേജ്മെൻറ്റ് ഓഫ് മണി എന്ന് പറയുന്നത് വളരെ ശക്തമാക്കാൻ ശ്രമിക്കുക. വളരെ സയൻറ്റിഫിക്കായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ വീണ്ടും പഴയ ചില അവസ്ഥകളിലേക്ക് പോകാനൊരു സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ മാസത്തിലെ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4 രാവിലെ 7:30 മണി വരെയും ശേഷം 9, 10, 11, 12, 13 രാവിലെ 9 മണി വരെയും അത് കഴിഞ്ഞാൽ 17 രാവിലെ 8 മുതൽ 18, 19, 20, 21 സായാഹ്നം 3:30 മണി വരെയും ശേഷം 24 അർദ്ധരാത്രി കഴിഞ്ഞ് 25, 26 ഉച്ചവരെയും അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം 29 അർദ്ധരാത്രി കഴിഞ്ഞ് 30-ാം തീയതിയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു അവസ്ഥ പൊതുവെ വന്നു കഴിഞ്ഞു. ഭാഗ്യം ഇവർക്ക് ഈ മാസത്തിൽ വളരെ അനുകൂലമാണ്. മംഗളകരമായ കാര്യങ്ങളിൽ ഇവർക്ക് തീരുമാനമുണ്ടാകാം. എന്താണോ മനസ്സ് കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് ക്രമീകരിച്ചു വച്ചിരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ ഇവർക്ക് ഈ മാസത്തിൽ നടപ്പാകാൻ സാധ്യത കാണുന്നു. അതിനുള്ള ഭാഗ്യവും ഈശ്വരാധീനവും ഒത്തുവന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കണം. വിവാഹം ഉൾപ്പെടെയുള്ള മംഗളകാര്യങ്ങളിൽ തീരുമാനമുണ്ടാവണം. പുതിയ സംരംഭവുമായി ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമുണ്ടാകണം. കുടുംബത്തെ വിട്ടും ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും അകന്നു നിൽക്കുന്നു. പക്ഷേ ഈ അകന്നു നിൽക്കുന്നത് ഒരിക്കലും ഒരു കലഹത്തിൻ്റെയോ ഒരു പ്രക്ഷുബ്ധമായ അവസ്ഥയുടെയോ പശ്ചാത്തലത്തിൽ അല്ല എന്ന് മനസ്സിലാക്കുക. മറിച്ച് ജോലി സംബന്ധമായ കാര്യങ്ങളിലും ആ ജോലിയിൽ ഏറ്റവും പ്രാമുഖ്യത്തോടുകൂടി കാര്യങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള യത്നങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഭാവിയിൽ സാമ്പത്തികമായി കൂടുതൽ നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ആരംഭമായതിനാൽ ഇവരുടെ സജീവ സാന്നിധ്യം ആവശ്യമാണ്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സാധ്യത കാണുന്നു. ആഹാരം, അതുപോലെ തന്നെ ശരീരത്തിൽ ആവശ്യമുള്ള ജലം എത്തിക്കൽ, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അശ്രദ്ധയുണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ഉദര സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നു. നേരത്തെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനിടയുണ്ട്. ചിലപ്പോൾ ചിലർക്കെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വന്നേക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല ശ്രദ്ധ വേണം. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലാണ് കൂടുതൽ പരിഗണന വേണ്ടത്. ജോലിയിൽ, സംരംഭങ്ങളിൽ ഉയർച്ചയുണ്ടാകുന്നു. അപാരമായ ഈശ്വരാധീനം വരുന്നു. മംഗളകർമ്മങ്ങളിൽ ഗുണമുണ്ടാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ജോലി സംബന്ധമായ കാര്യങ്ങളിലോ പഠന സംബന്ധമായ കാര്യങ്ങളിലോ ഇവർക്ക് ഗുണമുണ്ടാകുന്നു. ഇതൊന്നുമല്ലെങ്കിൽ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാരെങ്കിലും വിദേശത്ത് ഏതെങ്കിലും വിധത്തിൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊരു മാറ്റമുണ്ടാകുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ അവർക്കുണ്ടായിരുന്ന ഒരു ധൈര്യക്കുറവ്, മേലധികാരികൾ അവരോട് കാണിക്കുന്ന അവഗണന, ഇതിനൊക്കെ മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു. സന്താനങ്ങൾക്ക് ഗുണമാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും മംഗള സംബന്ധമായ കാര്യങ്ങളിലും അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ഗുണമുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ, ഈ ശാരീരിക ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയും അത്ര നല്ലതല്ല. വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ പിതാവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കലഹമോ പ്രശ്നമോ ഉണ്ടാകാം. അതല്ലെങ്കിൽ പിതാവിനെ ഓർത്ത് ഇവർക്ക് മനോവിഷമം ഉണ്ടാകാം. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിലോ കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ, ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ എന്തെങ്കിലും ശാരീരികമായ ആവശ്യതയിലോ ഇവർക്ക് വിഷമമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഈ നക്ഷത്രക്കാരിലും അത്തരം കാര്യങ്ങൾ വരാം. മേലധികാരികളുമായി, സഹപ്രവർത്തകരുമായും പ്രത്യേകിച്ച് മേലധികാരികളുമായും ഏറ്റവും നന്നായി ഇണങ്ങിച്ചേർന്ന് പോകാൻ ശ്രമിക്കുക. ഇടയ്ക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. സർവോപരി എല്ലാത്തിൻ്റെയും മുകളിൽ ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് വളരെ വലിയ ഗുണമുണ്ടാകുന്നു. സ്ത്രീകൾ, പ്രത്യേകിച്ചും അധികാരസ്ഥാനമുള്ള സ്ത്രീകൾ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ഇപ്പോൾ നല്ല രീതിയിൽ സഹായിക്കും എന്ന് കാണുന്നുണ്ട്. ഇവരുടെ സംരംഭങ്ങളിൽ അവർ വലിയ പിന്താങ്ങലായി നിൽക്കും.
ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ മാസത്തിലെ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് 1, അത് കഴിഞ്ഞാൽ 4-ാം തീയതി രാവിലെ 7:30 മുതൽ 5, 6, അത് കഴിഞ്ഞാൽ 11 രാവിലെ 8:30 ശേഷം 12, 13, 14, 15 രാവിലെ 8:30 വരെയും, അത് കഴിഞ്ഞാൽ 19-ാം തീയതി രാവിലെ 10:30 ശേഷം 20, 21, 22, 23 അർദ്ധരാത്രി കഴിഞ്ഞ് 24 പുലർച്ചെ 12:15 വരെയും, ശേഷം 26 ഉച്ച കഴിഞ്ഞ് 27, 28, 29, അതായത് 28 അർദ്ധരാത്രി കഴിഞ്ഞ് 29 പുലർച്ചെ വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളായി കാണുന്നു. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലേക്കാണ് വ്യാഴം പോയിരിക്കുന്നത്. പല ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരും ഒരുപാട് ഭയന്ന് ചോദിച്ചിട്ടുണ്ട്, അഷ്ടമത്തിലേക്കല്ലേ വ്യാഴം പോയിരിക്കുന്നത്, ഈശ്വരാധീനം കുറയില്ലേ? ചിലർ പറയുന്നു 7-ൽ നിന്നിട്ടും പ്രയോജനമുണ്ടായില്ല എന്നൊക്കെ, 5-ൽ നിന്നിട്ടുണ്ടായില്ല എന്നൊക്കെ പറയുന്നു. ഒരു ഗ്രഹം ഒന്നാമത് ധനുക്കൂറ് അവരുടെ ജന്മലഗ്നത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. 1-ൻ്റെയും 4-ൻ്റെയും ആധിപത്യമുള്ള ഗ്രഹമാണ്. സ്വാഭാവികമായും അത്തരമൊരു ഗ്രഹം എവിടെ നിന്നാലും സാമാന്യ ഗുണത്തെ കൊടുക്കണം. എന്നാൽ ഇവിടെ വ്യാഴം ഇത്രയും നാൾ 7-ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്നത് മിഥുനം രാശിയിലാണ്. വ്യാഴത്തിന് ബുധൻ്റെ രാശികളിൽ വലിയൊരു പ്രാബല്യം ഉണ്ടാകാറില്ല പൊതുവെ. എന്നാൽ മറിച്ച് 8-ാം ഭാവം മോശമാണെങ്കിലും കർക്കിടകം അതിൻ്റെ ഉച്ചസ്ഥാനമാണ്. സാമാന്യ നിയമത്തിൽ പറയുന്നത് ഇതാണ്: ഒരു ശുഭഗ്രഹം ഏറ്റവും പവർഫുള്ളായി നിന്നാൽ, ഏറ്റവും ശക്തനായി മോശപ്പെട്ട ഭാവങ്ങളിൽ നിന്നാൽ ആ മോശപ്പെട്ട ഭാവങ്ങൾ ചെയ്യേണ്ട ദോഷങ്ങൾ അത് ചെയ്യില്ല എന്നാണ്. അതുപോലെ ഒരു പാപഗ്രഹം ഏറ്റവും ബലം കുറഞ്ഞ് ഏത് രാശിയിൽ നിന്നാലും അവിടെ പാപത്വം വർദ്ധിക്കുമെന്നും കാണുന്നു. അപ്പോൾ പാപഗ്രഹങ്ങൾക്ക് ബലം കുറയുന്നതും ശുഭഗ്രഹങ്ങൾക്ക് ബലം കൂടുന്നതും രണ്ടാണ്. ശുഭഗ്രഹങ്ങൾക്ക് ബലം കൂടി മോശപ്പെട്ട രാശിയിൽ നിന്നാൽ ഗുണഫലം ഒരിക്കലും ചെയ്യില്ല എന്നൊരു പ്രമാണമുണ്ട്. അങ്ങനെ വച്ച് നോക്കുമ്പോൾ വ്യാഴം 8-ലാണ് നിൽക്കുന്നത്. 8-ാം ഭാവം കർക്കിടക രാശിയാണ്. കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. 64 ഡിഗ്രിയാണ് അതിൻ്റെ ബലം. ഏറ്റവും കൂടുതൽ ബലം അതാണ്. ആ പവർഫുൾ രാശിയിൽ നിന്നുകൊണ്ട് വ്യാഴം നോക്കുന്നത് 2-ാം ഭാവത്തിലേക്കാണ്, അതായത് മകരത്തിലേക്ക്. മകരം നീചരാശിയാണെങ്കിലും ദൃഷ്ടി ബലത്തോടെ ആയതിനാൽ ധനഭാവമായ 2 വർദ്ധിക്കും എന്ന് വേണം ചിന്തിക്കാൻ. മാത്രമല്ല 5-ാം ഭാവം എന്ന് പറയുന്നത് 12ആണ്. 9-ാം ഭാവം എന്ന് പറയുന്നത് 4-മാണ്. അപ്പോൾ 4-ാം ഭാവവും 2-ാം ഭാവവും പ്രധാനമായി എടുക്കണം. അതായത് ധനവും കുടുംബവും തങ്ങുന്ന ഇടങ്ങളിലും ഇവർക്ക് കുറച്ചുകൂടി മേന്മ കൈവരുന്നു. ഈശ്വരാധീനം കൈവരാം, പ്രവർത്തനങ്ങളിൽ ഔത്സുഖ്യം വർദ്ധിക്കാം, പ്രവർത്തനക്ഷമത വർദ്ധിക്കാം. ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഇവരുടെ കർമ്മവും വ്യക്തിത്വവും കൊണ്ട് ഇവർക്ക് വളരെ മാന്യമായ നിലകൾ കൈവരാം. കുടുംബത്തിൽ ഇവർക്ക് നന്നായി പെരുമാറാൻ സാധിക്കുകയും കുടുംബത്തിലെ ആവശ്യങ്ങളൊക്കെ നിവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതിനൊക്കെ ആവശ്യം പണമാണ്. ആ പണം ഇവരിലേക്ക് എത്തും. 8-ാം ഭാവം അപ്രതീക്ഷിതം എന്ന് പറയുകൂടിയുണ്ട്. മരണം ഉൾപ്പെടെയുള്ള അപ്രതീക്ഷിത കാര്യങ്ങൾ 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. അപ്പോൾ 8-ാം ഭാവത്തിൽ വ്യാഴം ബലവാനായി നിൽക്കുന്നതിനാൽ ചിലപ്പോൾ ഇവർക്ക് ലോട്ടറി അടിക്കാം, അങ്ങനെയും ചിന്തിക്കാമല്ലോ. സ്വാഭാവികമായും അപ്രതീക്ഷിതമായി വരുന്നതാണ്. ധനകാരകനാണ് വ്യാഴം, പവർഫുള്ളായി നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലയിടത്തുനിന്ന് പണം വരാം. ചിലപ്പോൾ കിട്ടില്ല എന്ന് വിചാരിച്ചെടുക്കുന്ന ടിക്കറ്റ് അടിക്കാം. ഭാഗ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല എന്നോർത്തായിരിക്കാം ചെയ്യുക, പക്ഷേ നടക്കാം. അപ്രതീക്ഷിതമായി മംഗളകർമ്മങ്ങൾ നടക്കാം. തങ്ങളെ തള്ളിപ്പറയുകയും തങ്ങളെ വിമർശിക്കുകയും കഴിവില്ല എന്ന് ആരോപിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അത് മാറ്റി എഴുതേണ്ടതായി വരാം. ഓർക്കാപ്പുറത്ത് ചിലപ്പോൾ വ്യക്തിത്വം വർദ്ധിക്കാം, വിജയം കൈവരിക്കാം, ഇതെല്ലാം സാധിക്കാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് വ്യാഴം ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ. അപ്പോൾ ചില അനുമാനങ്ങൾ നമുക്ക് ചിലപ്പോൾ സാഹചര്യങ്ങളുടെ ശക്തി കൊണ്ടും ഗ്രഹങ്ങളുടെ പ്രത്യേക ബലം കൊണ്ടും കൂടി ചിന്തിക്കണം. ഇവിടെ അങ്ങനെ ഒരു അവസ്ഥ വരാൻ വഴിയുണ്ട്. മാത്രമല്ല ശുക്രൻ 8-ൽ വളരെ ഗുണവാനാണ്. ശുക്രൻ 8-ൽ ചിലപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ബാക്കി കാര്യങ്ങളിൽ ഗുണമാണ്. എന്ന് പറഞ്ഞാൽ കഴിവ്, അതുപോലെ കഴിവിനനുസരിച്ചുള്ള സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കാനുള്ള അവസ്ഥ, മറ്റുള്ളവരുടെ മാന്യത നേടിയെടുക്കൽ തുടങ്ങിയ കാര്യങ്ങൾ, വസ്ത്രം, വീട്, അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വാഹനം, ഇതൊക്കെ വാങ്ങാൻ സാധിക്കുകയും ഏറ്റവും നന്നായി വളരെ ശോഭനമാർന്ന വ്യക്തിത്വം പുറമേ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കാനും സാധിക്കുന്നൊരവസ്ഥ 8-ലെ ശുക്രൻ സമ്മാനിക്കും. അപ്പോൾ ഇതെല്ലാം ചിന്തിക്കണം സ്വാഭാവികമായും 8-ാം ഭാവത്തിൽ വരുമ്പോൾ. പിന്നെ ബാക്കി ഗ്രഹങ്ങളുടെ നില, ചൊവ്വ അവസാന ആഴ്ച 6-ലേക്ക് പോകുന്നുണ്ട്. 6-ലെ ചൊവ്വ നല്ലതാണ്. അതുവരെ 5-ലാണ്. അത് സന്താനങ്ങൾക്ക് ദോഷവും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാക്കാം. എന്നാൽ 5-ൽ സ്വന്തം സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഇതൊന്നും മാരകമാവാൻ സാധ്യത കാണുന്നില്ല.
4-ലെ ശനി ഇപ്പോഴും കണ്ടകശനിയായി തന്നെ പ്രവർത്തിക്കുന്നു. 9-ലെ കേതുവും ഇവർക്ക് ഭാഗ്യത്തെ ഇടയ്ക്ക് തടയാം. അപ്പോൾ പൊതുവേ ധനുക്കൂറിന് മോശപ്പെട്ട അവസ്ഥകൾ വരുന്നുണ്ട്. കാരണം 4-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 10-ാം ഭാവത്തിലേക്ക് നോക്കുന്നതിനാൽ സ്വന്തം കുടുംബത്തിലും തങ്ങുന്ന ഇടങ്ങളിലും പ്രവർത്തന രംഗത്തും എന്തെങ്കിലുമൊക്കെ തടസ്സവും പ്രശ്നങ്ങളും മാനസിക വിഷമങ്ങളും ഒക്കെ വരാം. എന്നാൽ ഇപ്പോൾ ഈ വ്യാഴം കർക്കിടക രാശിയിൽ നിന്നുകൊണ്ട് ഈ ശനിയാണ് വീക്ഷിക്കുന്നത്. വ്യാഴത്തിൻ്റെ 9-ലെ ദൃഷ്ടി ശനിക്കാണ് ഏൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ശനിയുടെ ദോഷാവസ്ഥ കുറയും. അപ്പോൾ സ്വാഭാവികമായും തടസ്സങ്ങൾ മാറുകയും പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാവുകയും ചെയ്യുമ്പോൾ ധനം ഇവരിലേക്ക് വരണം. ആ അവസ്ഥകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ധനുക്കൂറുകാർക്ക് സന്തോഷിക്കാൻ സത്യത്തിൽ വകയുണ്ട് ഈ മാസം. എന്നാൽ ആരോഗ്യം ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിതാവിന് രോഗാവസ്ഥ ഇപ്പോഴും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ആരാണോ ഈ ധനുക്കൂറിൽപ്പെട്ട വ്യക്തികളുടെ രക്ഷാകർതൃ സ്ഥാനത്തുള്ളവർ അവർക്കെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4 രാവിലെ 7:30 വരെയും, അത് കഴിഞ്ഞാൽ 6 സന്ധ്യ മുതൽ 7, 8 വരെയും, ശേഷം 13 രാവിലെ 9 മണി മുതൽ 14, 15 രാവിലെയും 16, 17 രാവിലെ 8 മണി വരെയും, അത് കഴിഞ്ഞാൽ 21 സായാഹ്നം 3:30 ശേഷം 22, 23, 24, 25, 26 ഉച്ച വരെയും, അത് കഴിഞ്ഞാൽ 29 അർദ്ധരാത്രി കഴിഞ്ഞ് 30-ാം തീയതി മുഴുവനും പൂർണ്ണമായും ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നിവൃത്തി സ്ഥാനമായ 7-ലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ശുക്രനും അവിടെയുണ്ട് മാസത്തിൻ്റെ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം. പക്ഷേ ശുക്രൻ 7-ൽ വരുന്നത് അത്ര നല്ലതല്ല. എന്നാൽ ചാരവശാൽ 7-ലും 6-ലും 10-ലും സഞ്ചരിക്കുന്നത് ശുക്രൻ നല്ലതല്ല. എന്നാൽ ഇവിടെ വ്യാഴത്തിൻ്റെ കൂടെ ആയതിനാൽ നമ്മളെല്ലാം ചിന്തിക്കണം, ആ ഒരു ദോഷാവസ്ഥയ്ക്ക് ശുഭരാശിയിലാണ്, വ്യാഴത്തിൻ്റെ കൂടെയാണ്. ഇതെല്ലാം ശുക്രൻ്റെ ഈ ദോഷാധിക്യത്തെ കുറയ്ക്കും. 7-ൽ നിന്നാൽ വേറെ ദോഷമൊന്നുമല്ല, കുടുംബത്തിൽ അത്ര സമാധാനം കിട്ടില്ല. അതായത് മകരക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് അവരുടെ സ്ത്രീകളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ജീവിത പങ്കാളിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കലഹമോ പ്രശ്നങ്ങളോ ആ അന്തരീക്ഷത്തിൽ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയോ ഉണ്ടാകാം. എന്നാൽ അവരുടെ സാമ്പത്തികം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിലും അവരുടെ ജോലി സ്ഥലത്തും അവരുടെ കഴിവിൻ്റെ മേഖലകളിലും ഒന്നും തന്നെ ദോഷമുണ്ടാകില്ല. മാത്രമല്ല വ്യാഴം 7-ൽ നിൽക്കുന്നത് കുടുംബത്തിൽ സമാധാനത്തിന് ഒരു അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ 7-ലെ നില കുടുംബത്തിൽ സമാധാനം സൃഷ്ടിക്കും. സാമ്പത്തിക നേട്ടം ഏറ്റവും പ്രധാനം. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയ്ക്ക് ശ്രമിക്കുന്നെങ്കിൽ അതിന് ഗുണം. അതുപോലെ തന്നെ യാത്ര, പൊതുവെ ഏത് ഉദ്യമത്തിന് വേണ്ടി ചെയ്യുന്ന യാത്രയും വിജയത്തിലെത്താം. അതുപോലെ സംരംഭങ്ങൾ പുതുതായി തുടങ്ങാം. ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് പോകാം. ഭാഗ്യക്കുറി അടിക്കാനുള്ള അവസ്ഥയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം വളരെ അനുകൂലമായി നിൽക്കുന്നതിനാൽ ഇവർക്ക് ഇപ്പോൾ ധനം ഭാഗ്യത്തിൻ്റെ രൂപത്തിൽ കൈവരാം. അതുപോലെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ ഉത്സാഹം വർദ്ധിക്കാം. നാളെ ഇതെന്താകും, അല്ലെങ്കിൽ ഇതിന് റിസൾട്ട് പോസിറ്റീവ് ആകുമോ, ഇത് വിജയത്തിലെത്തുമോ എന്നുള്ള ആശങ്കകളൊന്നും ഇവരെ അലട്ടില്ല. ആ സമയത്ത് ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ എന്താണോ താൻ പ്രവർത്തിക്കുന്നത് ആ കർമ്മത്തിൽ പൂർണ്ണമായി മനസ്സർപ്പിച്ചുകൊണ്ട് ഇവർക്ക് നിൽക്കാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ജൂൺ മാസം എന്ന് പറയേണ്ടിയിരിക്കുന്നു. വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണത്. പ്രത്യേകിച്ചും ശുക്രനും കുടുംബ സംബന്ധമായ കാര്യങ്ങൾ ഒഴിച്ചാൽ 7-ൽ ഗുണമാണ് ചെയ്യുക. അതുപോലെ തങ്ങളുടെ ശാരീരിക വ്യക്തിത്വം വർദ്ധിപ്പിക്കാം. വ്യാഴത്തിൻ്റെ നിലകൊണ്ട് അവരുടെ മാനസിക ആത്മീയ ചിന്തകളും വർദ്ധിക്കാൻ സാധിക്കും. സന്താനങ്ങൾക്ക് മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ അത്ര നല്ലതല്ല. മാത്രമല്ല എടുക്കുന്ന പ്രവർത്തനങ്ങളിൽ അല്പം സാഹസികത വർദ്ധിക്കുന്നത് വഴി ചിലപ്പോൾ ചിലരോടെങ്കിലും തർക്കമോ കലഹമോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഉത്സാഹം വർദ്ധിക്കുമെന്ന് കാണുന്നു. മുഖം ശ്രദ്ധിക്കണം, മുഖരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അലർജി അസുഖങ്ങളോ ത്വക്ക് സംബന്ധമായ രോഗങ്ങളോ ഉണ്ടാകാം. അത് ഏറ്റവും സോഫ്റ്റായ സ്കിൻ ഉള്ള ഇടങ്ങളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും, കണ്ണ്, മൂക്കിൻ്റെ അകവശങ്ങൾ, തൊണ്ട, ചെവിയുടെ അകവശങ്ങൾ, ഇവിടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്കാൾപ്പിനും ചെറിയ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാം. വിഷജന്തുക്കൾ ഏതെങ്കിലും തരത്തിൽ അലർജി അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവരുടെ സാമീപ്യം ഇതാണ് പൊതുവേ കാണുന്നത്. എന്നാൽ മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി ഗുണമാണ്. അത് കഴിഞ്ഞാൽ 4 രാവിലെ 7:30 മണിക്ക് ശേഷം 5, 6 സന്ധ്യ വരെയും 6 സന്ധ്യ വരെയും ഗുണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 9, 10, 11-ാം തീയതി രാവിലെ 8:30 വരെ, ശേഷം 15 രാവിലെ 8:30-ക്ക് ശേഷം 16, 17, 18, 19 രാവിലെ 10:30 വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 24 അർദ്ധരാത്രി മുതൽ 25, 26 ഉച്ച വരെയും, ശേഷം
29 അർദ്ധരാത്രി, 24 അർദ്ധരാത്രി കഴിഞ്ഞ് 25, 26, 27, 28, 29 അർദ്ധരാത്രി വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 30-ാം തീയതിയും താരതമ്യേന ഇവർക്ക് ഗുണമുള്ള ദിവസങ്ങളായി കാണും. ഞങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മുടങ്ങിക്കിടന്നിരുന്ന കുറേ പണം മറ്റാരെങ്കിലും കൊണ്ടുപോകുമോ എന്ന് ഭയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ രേഖകളിൽ ഇല്ലാതിരുന്ന, ഇവർ മുമ്പ് ആരെയെങ്കിലും സഹായിച്ചിരുന്ന പണം അതിന് പ്രത്യേകിച്ച് രേഖകളൊന്നും ഇല്ലാതെ അത് തിരിച്ചു കിട്ടുമോ എന്ന ആശങ്കയിൽ നിന്നിരുന്ന അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകുന്നു. ജൂൺ മാസം 17-ാം തീയതിക്കുള്ളിൽ അവർക്ക് അത്തരം പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ ഇവർക്ക് തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പ്രവർത്തനങ്ങളിൽ പുതിയ ചില രീതികൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. തങ്ങൾ അതുവരെ പ്രവർത്തിച്ചിരുന്ന ചില അനുഷ്ഠാനങ്ങൾ മാറ്റാൻ സാധിക്കുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും ആ വിധത്തിലുള്ള പ്രവർത്തകരോ ഉപദേശകരോ ഒക്കെ ഇവരുടെ കൂടെ ഒത്തുചേരുന്നതായി കാണുന്നുണ്ട്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കൂടുതൽ ഗുണം കാണുന്നത്. അതുപോലെ ചില പ്രണയബന്ധങ്ങൾ കുംഭക്കൂൾപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അല്പം മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാം. അതുപോലെ തന്നെ ചില പുതിയ സംരംഭങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ, അവർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ നിലയ്ക്കണം എന്നില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഉപദേശകരുടെയും അഭ്യുദയകാംക്ഷികളുടെയും ഒക്കെ ഇടപെടൽ കൊണ്ട് അതിൽ പ്രായോഗികമായി നന്മയുള്ള കാര്യങ്ങൾ, ഗുണമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയും അതുമായി മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത്. യാത്ര ആദ്യ പകുതിയിൽ തടയപ്പെടാം, പിന്നീടാണ് കൂടുതൽ ഗുണകരമായി വരുന്നത്. കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നുണ്ട്. അതുപോലെ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾക്കിടയ്ക്കൊരു ചെറിയ തടസ്സം വന്നിരുന്നു, അതിന് മാറ്റം വരുന്നുണ്ട്. പ്രവർത്തനങ്ങൾ വീണ്ടും കൂടുതൽ ശക്തമായി പൂർവാധികം ഭംഗിയോടുകൂടി പുനർജീവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. മാതാവിന് അവശതയുണ്ടാകുന്നതായും ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകേണ്ടി വരുന്നതായും കാണുന്നുണ്ട്. ആയാലും വലിയ കാറുകൾ ഉപയോഗിക്കലാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. അപ്പോൾ അത്തരം വാഹനവുമായി ബന്ധപ്പെട്ടൊക്കെ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ വാക്കുതർക്കമുണ്ടാകാനോ വാഹനത്തിന് ക്ഷതമേൽക്കാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വാക്ക്, മുഖം, ഇപ്പോൾ ഇത് രണ്ടും പരിഗണിക്കണം. ത്വക്ക് മൊത്തത്തിൽ തന്നെ എന്തെങ്കിലും അലർജി സംബന്ധമായോ നിറമാറ്റ സംബന്ധമായോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പാമ്പ്, മറ്റ് ഇഴജന്തുക്കൾ, മറ്റ് ക്ഷുദ്രജീവികൾ, ഇത്തരം ജീവികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായും ഇവർക്ക് ഇടപഴകേണ്ടി വരുന്നതെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രത്യേകിച്ചും വീടിൻ്റെ ആന്തരിക ഭാവങ്ങൾ, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വാഹനത്തിൻ്റെ ആന്തരിക സ്ഥലങ്ങൾ, ഇതൊക്കെ തന്നെയും ഏറ്റവും നന്നായി സൂക്ഷിക്കണം, ഏറ്റവും മാലിന്യമുക്തമായി സൂക്ഷിക്കണമെന്ന് പറയേണ്ടിയിരിക്കുന്നു. എല്ലാവരും പൊതുവേ ഇപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു അശ്രദ്ധ ചിലപ്പോൾ ചെറിയ ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ കടബാധ്യത ശ്രദ്ധിക്കണം. ആരെങ്കിലും പർപ്പസ്ഫുള്ളി കടം വീണ്ടും നീട്ടിക്കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ചും ക്രെഡിറ്റ് കാർഡുകൾ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ബാങ്കുകൾ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. നിയമപരമായും തന്ത്രപരമായും ഒക്കെ ഏതെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അവർ അതിലൂടെ വീണ്ടും നമ്മളെ സാമ്പത്തികമായി വേട്ടയാടാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളും ശ്രദ്ധിച്ചു കൊള്ളണം കുംഭക്കൂൾപ്പെട്ട നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4 രാവിലെ 7:30 വരെയും, അത് കഴിഞ്ഞാൽ 6 സന്ധ്യ മുതൽ 7, 8 ശേഷം 11 രാവിലെ 8:30 ശേഷം 12, 13 രാവിലെ 9 മണി വരെയും, അത് കഴിഞ്ഞാൽ 17 രാവിലെ 8 മണി മുതൽ 18, 19, 20, 21 സായാഹ്നം 3:30 വരെയും, ശേഷം 26 ഉച്ച കഴിഞ്ഞ് 27, 28, 29 30 ദിവസങ്ങളും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലെ നല്ല ദിവസങ്ങൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലെ ഗുണം പ്രധാനമായും പറയുന്നത് ഇവർക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വളരെ പവർഫുള്ളായി വന്നിരിക്കുന്നു. വളരെ ശക്തിയായ ഒരു ഭാഗ്യവും അതുപോലെ ഈശ്വരാധീനവും നൽകുന്ന തരത്തിൽ വ്യാഴത്തിന് ബലം വന്നിരിക്കുന്നു. 5-ാം ഭാവം ഭാഗ്യസ്ഥാനമാണ്. പ്രജ്ഞ, പ്രതിഭ, സന്താന, ഭാഗ്യഭാവങ്ങൾ 5 കൊണ്ട് നിരൂപണയെന്നാണ്. അപ്പോൾ 5-ാം ഭാവത്തിലേക്ക് വ്യാഴം ബലവാനായി വന്നിരിക്കുന്നതിനാൽ സന്താനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷമമുണ്ടായിരുന്നെങ്കിൽ അതിന് പരിഹാരമുണ്ടാകുന്നു. അതുപോലെ ഭാഗ്യം പൊതുവെ വരുന്നു. പൊതുഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും സ്പർശിക്കുമല്ലോ. സ്വന്തം ആരോഗ്യം, ധനപരമായ വരവ്, ജോലി സംബന്ധമായ കാര്യങ്ങൾ, മനസ്സിൻ്റെ സമാധാനം, സന്താനം,
അപ്പോൾ പൊതുവെ എല്ലായിടവും സ്പർശിക്കുന്നതിനാൽ പൊതുവെ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജൂൺ മാസം ഗുണകരമായിരിക്കണം എന്ന് തന്നെ ചിന്തിക്കണം. ശുക്രൻ കൂടി 5ലേക്ക് 8-ാം തീയതി മുതൽ വരുന്നതിനാൽ ലൗകിക നേട്ടങ്ങൾ, വാഹനം, വസ്ത്രം, വീട്, പുരസ്കാരങ്ങൾ, അതുപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, വ്യാപാര സംബന്ധമായ കാര്യങ്ങൾ, തങ്ങൾക്ക് പ്രയോജനപ്രദമായി, സാമ്പത്തികമായി പ്രയോജനപ്രദമായി നൽകുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഗുണകരമായി വരണം. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ വരുമാനം വർദ്ധിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളോ ഒക്കെ തന്നെ പ്രോജ്വലിക്കപ്പെടാം. അതുപോലെ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളെ ആദരിക്കാനും അവരുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന ഇടങ്ങളിൽ കൊണ്ടുപോകാനും അവരുടെ അനുഗ്രഹം നേടിയെടുക്കാനും സാധിക്കുന്നു. പൂർവ്വ പുണ്യ ജന്മങ്ങളിൽ നിന്ന് കിട്ടുന്ന ചില അനുഗ്രഹങ്ങൾ ഇവർക്ക് നേടാൻ സാധിക്കുകയും അത്തരം വ്യക്തികളുമായി സമ്പർക്കം പുലർത്താൻ സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പൊതുവെ ഭാഗ്യം എന്ന് പറയാവുന്ന അവസ്ഥ വെറും ലൗകിക നേട്ടങ്ങളിൽ മാത്രമല്ല, അനുഗ്രഹീതമായ ആത്മീയ നേട്ടങ്ങളിൽ കൂടി ഇവർക്ക് കിട്ടും എന്ന് കാണുന്നുണ്ട്. അത് വളരെ വലിയ അനുഗ്രഹമായി മാറുന്നു. പൊതുവെ ഗുണകരമാണ്. ജന്മരാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ ഈശ്വരാധീനം ഇവരെ പരിരക്ഷിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ ജന്മശനിയുടെ ദോഷവശങ്ങൾ കുറേ അധികം ഇവർക്ക് കുറയുന്നതായും കാണുന്നുണ്ട്. അതുപോലെ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ വളരെ വലിയ ചില പ്രോജക്റ്റുകൾ ഇവരെ തേടി എത്താനുള്ള സാധ്യതയുണ്ട്. കഠിനാധ്വാനവും കഠിനമായ ബുദ്ധിയുടെയും ഒക്കെ ശ്രമത്തിൻ്റെ പുറത്ത് ഇവർക്കത് വിജയിപ്പിക്കാൻ സാധിക്കുന്നതായും കാണുന്നു. മുഖത്തിന് അപകടം പറ്റാനുള്ള സാധ്യതയും വൈദ്യുതാഘാതമോ പൊള്ളലോ ഏൽക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളത് ആയതുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. മൊബൈൽ ഉപയോഗിക്കുമ്പോഴും മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ തീയുമായി വളരെ അടുത്ത് മുഖം കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ സൂക്ഷിക്കണം. മറ്റുള്ളവരുമായി പെട്ടെന്ന് കലഹമുണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണമെന്നും കാണുന്നു. സ്പീഡിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം വരുത്തണം. പൊതുവേ ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് ഇതിനൊക്കെ തന്നെ ഇവർക്ക് സ്വയം ഒരു നിയന്ത്രണം വരുത്താൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു മനസാന്നിധ്യം ഉണ്ടാകുമെന്ന് തന്നെ ചിന്തിക്കണം. അപ്പോൾ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം ഭാഗ്യാധീനം, അങ്ങനെ പൊതുവേ ഗുണകരമായ ഒരു മാസമാണ് ജൂൺ. ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ശത്രു പ്രബലമല്ലെങ്കിലും മേലധികാരികളുടെ രൂപത്തിലോ സർക്കാരിൻ്റെ രൂപത്തിലോ ചില ടാക്സ് പോലുള്ള ചില വ്യവസ്ഥകളുടെ രൂപത്തിലൊക്കെ വരാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ മാസത്തിലെ സാമാന്യം ഭേദപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് 2, 3, 4, 5, 6 സന്ധ്യ വരെയും ശേഷം 9, 10, 11 രാവിലെ 8:30 വരെയും 13 രാവിലെ 9:30 മുതൽ 14, 15 രാവിലെ 8:30 വരെയും അത് കഴിഞ്ഞാൽ 19-ാം തീയതി രാവിലെ 10:30 മണിക്ക് ശേഷം 20, 21 സായാഹ്നം 3:30 വരെയും 21 സായാഹ്നവും കഴിഞ്ഞ് 22, 23, 24 പുലർച്ചെ 23 മിഡ് നൈറ്റ് കഴിഞ്ഞ് 24 പുലർച്ചെ 12:15 വരെയും അത് കഴിഞ്ഞാൽ പിന്നെ ഗുണമുള്ളത് 29 അർദ്ധരാത്രി കഴിഞ്ഞ് 30-ാം തീയതിയും ഇവർക്ക് സാമാന്യം ഭേദപ്പെട്ട ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കണം ശനിദോഷ പരിഹാരത്തിന്. അതുപോലെ തന്നെ നീരാഞ്ജനം അർപ്പിക്കുക ശനിദേവന്, ശാസ്താവിന്, അയ്യപ്പസ്വാമിക്ക്. കാക്കയ്ക്കിടത്തേ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുന്നതുമൊക്കെ നല്ലതാണ്. ഏറ്റവും വിഷമിക്കുന്നവരെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഓം നമോ നാരായണായ എന്ന് ജപിക്കുക വ്യാഴദോഷ പരിഹാരത്തിന്. വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വെളുത്ത പാൽപ്പായസം അർപ്പിക്കാം. അതുപോലെ തന്നെ പാൽപ്പായസം നിവേദിക്കാം. അതുപോലെ തന്നെ നെയ്വിളക്ക് കത്തിക്കാം. ഓം നാഗായ നമ എന്ന് ജപിക്കുക നാഗദോഷ പരിഹാരങ്ങൾക്ക്. നാഗങ്ങൾക്ക് 100 പാലും കഴിപ്പിക്കുക. അതുപോലെ ഓം ഗം ഗണപതയെ നമ എന്ന് കേതുദോഷ പരിഹാരത്തിനായി എപ്പോഴും ജപിക്കുക. കേതുദോഷ ദർഭത്തിന് ഗണപതിക്ക് കറുകമാല അർപ്പിക്കാം. അതുപോലെ നാളികേരം ഉടയ്ക്കാം. ഏറ്റവും ഇഷ്ടം ഉണ്ണിയപ്പ നിവേദ്യം അതും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു മാസമാവട്ടെ ജൂൺ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.